കർമ്മല മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു. വിശുദ്ധ ഗ്രന്ഥം ഏറ്റവും വിശുദ്ധമായ മലകളിലൊന്നായി കാർമൽ മലയെ വാഴ്ത്തുന്നു. പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകൻ ബാൽദേവന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് സത്യദൈവത്തിന്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തിയ സ്ഥലമാണ് കാർമൽ മല. ദീർഘകാല വരൾച്ചയ്ക്ക് ശേഷം ഏലിയായുടെ പ്രാർത്ഥനയിലൂടെ മഴയുടെ ആദ്യ സൂചനയായി കടലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചെറിയ മേഘം. സഭാപിതാക്കന്മാർ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രതീകമായി ഇതിനെ വ്യാഖ്യാനിച്ചു. നൂറ്റാണ്ടുകൾ കടന്നുപോയി കാർമൽ മലയിൽ ദൈവത്തെ തേടി ജീവിച്ച സന്യാസിമാർ ക്രമേണ ഒരു ആത്മീയ സമൂഹമായി വളർന്നു. ആ സമൂഹമാണ് പിന്നീട് കാർമലൈറ്റ് സഭ എന്നറിയപ്പെട്ടത്. അവരുടെ ജീവിതത്തിന്റെ കേന്ദ്രം ദൈവവും പരിശുദ്ധ മാതാവുമായിരുന്നു. എന്നാൽ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധികൾ നിറയെ വന്നു. പീഡനങ്ങളും യുദ്ധങ്ങളും കാരണം കാർമലൈറ്റ് സന്യാസിമാർ യൂറോപ്പിലേക്ക് കുടിയേറേണ്ടി വന്നു. അവരുടെ സഭ നിലനിൽക്കുമോ എന്ന ആശങ്ക പോലും എല്ലാവരെയും അലട്ടിയിരുന്നു. അങ്ങനെ ഒരു സമയത്താണ് 1251 ജൂലൈ 16 ഇംഗ്ലണ്ടിലെ കാർമലൈറ്റ് സന്യാസിയായ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടതായി പാരമ്പര്യം പറയുന്നത്. തൻ്റെ കരങ്ങളിൽ ഒരു സ്കാപ്പുലർ നൽകി മാതാവ് ഇപ്രകാരം അരുളി ചെയ്തുവെന്നാണ് വിശ്വാസം: ഇത് എൻ്റെ പ്രത്യേക സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഇത് ധരിക്കുന്നവർക്ക് ഞാൻ മാതൃസഹായം നൽകും. ഈ സന്ദേശത്തിൻ്റെ ഹൃദയം ഒരു വസ്ത്രമല്ല, മറിച്ച് മാതാവിൻ്റെ സംരക്ഷണത്തിൽ ദൈവത്തോടൊപ്പം വിശ്വസ്തമായി ജീവിക്കാനുള്ള ക്ഷണമാണ്. കാരണം സൈമൺ സ്റ്റോക്കിന് ഒരു കമ്പിളി വസ്ത്രവും ഈ സ്കാപ്പുലറുമാണ് മാതാവ് കൈമാറിയത്. സ്കാപ്പുലർ ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആത്മീയ അടയാളമായി മാറിയിരിക്കുന്നു. അത് ഒരു മാന്ത്രിക വസ്തുവല്ല, പ്രാർത്ഥനയും വിശ്വാസവും സ്നേഹവും നിറഞ്ഞ ഒരു ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള പ്രതിബദ്ധതയുടെ ഓർമ്മപ്പെടുത്തലാണ്. കർമ്മല മാതാവ് നമ്മെ പഠിപ്പിക്കുന്നത് നിശബ്ദതയുടെ മഹത്വമാണ്. തിരക്കുകളും ആശങ്കകളും നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഹൃദയത്തിൽ ഒരു കാർമൽ മല പണിയാൻ മാതാവ് നമ്മെ ക്ഷണിക്കുന്നു. കാർമൽ മലയുടെ ആത്മീയത 3 വാക്കുകളിൽ ചുരുക്കാം: പ്രാർത്ഥന, വിശ്വാസം, സേവനം. പ്രാർത്ഥനയിലൂടെ ദൈവത്തെ കണ്ടെത്തുക, വിശ്വാസത്തിലൂടെ പ്രത്യാശ നിലനിർത്തുക, സേവനത്തിലൂടെ സ്നേഹം പങ്കിടുക. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. സമാധാനമില്ലായ്മ, ഭിന്നത, ഭയം, ഏകാന്തത. ഈ സാഹചര്യത്തിൽ കർമ്മല മാതാവിൻ്റെ സന്ദേശം വളരെ പ്രസക്തമാണ്. മാതാവ് നമ്മോട് പറയുന്നത് യേശുവിലേക്ക് വരിക, ഞാൻ നിങ്ങളെ അവിടേക്ക് നയിക്കും എന്നാണ്. കർമ്മല മാതാവിൻ്റെ തിരുനാൾ ഒരു ആഘോഷം മാത്രമല്ല, അത് ആത്മപരിശോധനയുടെ ദിനമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്ര സ്ഥാനം നൽകുന്നു? ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിക്കാൻ നാം തയ്യാറാണോ? മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ? കാർമൽ മലയിൽ ആരംഭിച്ച ഈ ആത്മീയ യാത്ര ഇന്ന് ലോകമെമ്പാടും തുടരുകയാണ്. ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ ഒരു ചെറിയ കാർമൽ മല ഉയരട്ടെ. അവിടെ ദൈവം വസിക്കട്ടെ. അവിടെ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയട്ടെ. ഈ തിരുനാളിൽ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം: കർമ്മല മാതാവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. പ്രാർത്ഥനയുടെ വഴിയിൽ നടത്തണമേ. യേശുവിനെ കൂടുതൽ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാ പ്രതിസന്ധികളിലും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. എന്നാൽ കാർമലൈറ്റ് സഭയുടെ പ്രാർത്ഥന വളരെ മനോഹരമായ മറ്റൊന്നാണ്: കാർമലിൻ്റെ പുഷ്പമേ, ഫലസമൃദ്ധമായ മുന്തിരിവള്ളിയെ, സ്വർഗത്തിൻ്റെ മഹത്വമേ, കന്യകയായിരിക്കെ ദൈവപുത്രനെ പ്രസവിച്ച പരിശുദ്ധ മാതാവേ, നിർമ്മല കന്യകയെ, സ്നേഹത്തിൻ്റെ മാതാവേ, കർമ്മല കുടുംബത്തിൻ്റെ സംരക്ഷകയെ, ഞങ്ങളുടെ മേൽ കരുണയുടെ കണ്ണുകൾ തിരിക്കണമേ. സമുദ്ര നക്ഷത്രമേ, ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധ തിരകളിൽ ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ. പ്രലോഭനങ്ങളിലും പരീക്ഷണങ്ങളിലും ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. രോഗികൾക്ക് ആശ്വാസം നൽകണമേ. നിരാശരായവർക്ക് പ്രത്യാശ പകരണമേ. യുവജനങ്ങൾക്ക് വിശുദ്ധിയുടെ വഴി കാണിച്ചു തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് നയിക്കണമേ. പ്രാർത്ഥനയിലും വിശുദ്ധിയിലും സേവനത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർമ്മല മാതാവേ, ഞങ്ങളുടെ ജീവിതകാലമൊക്കെയും ഞങ്ങളെ സംരക്ഷിക്കണമേ. മരണസമയത്ത് ഞങ്ങളുടെ കൈ പിടിച്ച് നിത്യജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പ്രിയപ്പെട്ടവരെ, മാതാവ് സൈമൺ സ്റ്റോക്കിന് കൈമാറിയ സ്കാപ്പുലർ ധരിക്കുകയാണെങ്കിൽ മരണസമയത്തും അവ ധരിക്കുന്നവർക്ക് നിത്യജീവനിലേക്കുള്ള കവാടം എന്നേക്കുമായി തുറക്കപ്പെടുമെന്നുള്ള വലിയ വാഗ്ദാനം മാതാവ് നൽകിയിട്ടുണ്ട്. കർമ്മല മാതാവിനോട് പ്രാർത്ഥിക്കുകയും സ്കാപ്പുലർ
വെന്തിങ്ങ ധരിക്കുവാനുള്ള ഒരു ശ്രമവും വെന്തിങ്ങയോട് വിശുദ്ധമായ വണക്കം കാത്തു സൂക്ഷിക്കുവാനുള്ള ആത്മധൈര്യവും നമുക്കുണ്ടാകട്ടെ. ആമേൻ.